ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ കോട്ടയം പുതുപ്പള്ളി റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ ക്വാർട്ടേഴ്സിൽ മോഷണം. 100 പവനോളം സ്വർണ്ണാഭരണങ്ങളും പണവും മോഷണം പോയിരിക്കുകയാണ്. കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അഖിൽ കെയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, വാതിലുകൾ ഉൾപ്പെടെ കുത്തി തുറന്നുകൊണ്ട് അകത്ത് കയറിയാണ് മോഷണം എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു ആസൂത്രിതമായതെന്ന് തന്നെ കരുതണം. കാരണം 100 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. വിനീത, തീർച്ചയായും ഇതൊരു കരുതിക്കുട്ടി അല്ലെങ്കിൽ ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കി നടത്തിയ മോഷണം തന്നെയാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. കാരണം ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ നിലവിൽ ഇപ്പോൾ 4 വീട് ക്വാർട്ടേഴ്സുകളാണ് മോഷണ ശ്രമം നടന്നത്. അതിൽ 3 എണ്ണം കുത്തി തുറന്നു. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ 100 പവനോളം വരുന്ന സ്വർണ്ണം നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ക്വാർട്ടേഴ്സുകളൊന്നും തന്നെ ഇന്നലെ ആൾ താമസിച്ചത് ഏകദേശം കുറച്ച് 3-4 ദിവസമായി ഇതിലുള്ള താമസിക്കുന്നവർ ഉണ്ടായിരുന്നില്ല. അവർ നാടുകളിലേക്കും അവർ സ്വദേശങ്ങളിലേക്കൊക്കെ പോയിരിക്കുകയായിരുന്നു. ഒരു ക്വാർട്ടേഴ്സിലുള്ള തിരിച്ചെത്തുമ്പോൾ ഇത്തരത്തിൽ ഈ മോഷണം നടക്കുകയും മുൻവശത്തെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോട്ടേഴ്സിന്റെ ഏറ്റവും മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ ശേഷമാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. 4 ക്വാർട്ടേഴ്സുകളിലാണ് ശ്രമം നടത്തിയത്. 3 എണ്ണത്തിൽ മാത്രമാണ് കുത്തി തുറന്ന് അവർക്ക് അകത്ത് കയറാൻ കഴിഞ്ഞത്. അതിൽ 2 ഇടങ്ങളിൽ നിന്നും ഈ 100 പവനോളം സ്വർണ്ണം പോവുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ക്വാർട്ടേഴ്സിന്റെ ഭാഗത്തേക്ക് CCTV മറ്റ് കാര്യങ്ങളും ഇല്ല. പക്ഷേ ഇതിന്റെ പ്രവേശന കവാടത്തും മറ്റും പരിസര പ്രദേശങ്ങളിലും ഒക്കെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇത് പോലീസ് ശേഖരിച്ച് പരിശോധിച്ച് വരികയാണ്. ഈ ഘട്ടത്തിൽ കൃത്യമായി ഒന്നും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതൊരു ആസൂത്രിതമായി തന്നെ നടപ്പാക്കിയ ഒരു മോഷണം ആവാം എന്ന നിഗമനം തന്നെയാണ് എന്തായാലും പോലീസിനുള്ളത്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും നടക്കുന്നത്. ഏകദേശം അതായത് പൂർണ്ണമായും എത്രത്തോളം സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കിയിട്ടില്ല. ഈ ഉടമകളുടെയൊക്കെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 100 പവൻ സ്വർണവും പിന്നെ ഈ മറ്റ് പണവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. കൃത്യമായ കണക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പോലീസിന് ഒരു വിശദമായ കണക്ക് ഒരുപക്ഷെ പോലീസ് അല്പസമയത്തിന് തന്നെ പുറത്തുവിടുമായിരിക്കും. എന്നാലും നിലവിൽ ഇപ്പോൾ ഏകദേശം 100 പവനോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇതിൽ ഒന്നിൽ കൂടുതൽ ആളുകളാണ് അല്ലെങ്കിൽ സംഘങ്ങൾ ചേർന്നുള്ള മോഷണമാണോ എന്ന കാര്യത്തിലൊക്കെ ഒരുപക്ഷെ ഇനി കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. വിനീത, ശരി, ഞെട്ടിക്കുന്ന മോഷണമാണ് നടന്നിരിക്കുന്നത്. 100 പവനോളം മോഷണം പോയിരിക്കുന്നു. 3 ഇടങ്ങളിലായി നടന്ന മോഷണങ്ങളിൽ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുകയാണ്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഒരു ചെറിയ